ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു നല്ല അടിപൊളി പായസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ഞാൻ മത്തൻ കൊണ്ടാണ് പായസം ഉണ്ടാക്കിയത്. മത്തം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടോ, കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണേ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ അണ്ടിയും ബദാമും ഇട്ടിക്കണം കേട്ടോ. ഏതെങ്കിലും ഒന്നും മതി. എൻ്റെ കയ്യിൽ കുറച്ചും കൂടിയും നമ്മൾ പായസത്തിൽ കടിക്കാൻ കിട്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഒരു 50 ഗ്രാം സാവുനരി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടും അടുപ്പിൽ ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പണി തീരല്ലോ. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത് നമ്മൾ സാധാരണ തന്നെ നട്സും മാറ്റിയെടുത്ത് മുന്തിരിയൊക്കെ നല്ല ബബിളായി കഴിഞ്ഞ ശേഷം നമുക്ക് എന്താക്കാം, അതൊന്ന് മാറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് എന്താക്കാം, ഈ ആ പാനിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ മത്തന് ചെറുതായി നുറുക്കിയത് ഇട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്ന് വയന്ന് കിട്ടും, കാരണം മത്തനിക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടും കേട്ടോ. ഇത് പായസം ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വെറും മത്തൻ കൊണ്ട് മാത്രമായിരുന്നു. ഇതിൽ സാവുനരിയും കൂടി വെച്ചപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാൽ അവിടെ നിന്ന് തിളക്കുന്നുണ്ട്. ഇതിന്ന് വയന്ന് കിട്ടാനും ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്താലും എന്താ വെച്ചാൽ ഇതിൽ മധുരം നന്നായിട്ട് പിടിക്കല്ലോ. ഒരു പാല് ഇതാക്കണ മാതിരിയല്ല, ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് പിടിക്കല്ലോ വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നന്നായിട്ട് കൊടുത്ത് ഒന്ന് വയന്ന ശേഷം ഞാൻ ഇതിൽ കുറച്ച് ഇതേപോലെ ആയ ശേഷം കുറച്ച് ഞാൻ മാറ്റി ഈ നട്സിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് കടിക്കല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചാൽ പായസം ആയപ്പോൾ കടിക്കാനൊന്നും ഇല്ലായിരുന്നു. മത്തനല്ല, നല്ല വെന്തൊട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ആ സാവുനേരുണ്ടല്ലോ, അത് നമ്മൾ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇഷ്ടമായാൽ അറിയല്ലോ, അല്ലെ കമൻ്റൊക്കെ ചെയ്യുക ഇഷ്ടമായി എന്നുള്ളത് കേട്ടോ. ഇതിങ്ങനെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം മാത്രം പാലൊഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് എന്താക്കാം, പാലൊഴിക്കാം. പാല് തിളച്ച പാലായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് പായസമൊക്കെ റെഡിയാവും. ഇത് ഞാൻ 1 ലിറ്റർ പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ 3/4 ലിറ്ററേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പഞ്ചസാര ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. അപ്പം നമ്മളെ അടിപൊളി പായസം പെട്ടെന്ന് തയ്യാറാവും. ഞാൻ 3 അടുപ്പിൽ വെച്ചതിനെക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തായി ഉണ്ട് വെച്ചാൽ പായസം ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വന്ന ശേഷം നമുക്ക് എന്താക്കാം, ഓഫ് ചെയ്തിട്ട് ഒന്ന് അടിച്ച് വെക്കാം കേട്ടോ. അടിച്ച് വെക്കുമ്പോൾ ഈ മത്തനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി കുറുകി കിട്ടും കേട്ടോ. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 2 രീതിയിൽ കഴിക്കാം. ഇത് ആയ ശേഷം ഞാൻ നട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 രീതിയിൽ എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഐസ്ക്രീം ഇട്ട് ഞാൻ കഴിച്ചു നോക്കിട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒഴിച്ചിട്ട് ഞാൻ സാധാ പോലെ കഴിച്ചു നോക്കി, ഐസ്ക്രീം ഇട്ടിട്ടും കഴിച്ചു നോക്കി. പക്ഷെ എനിക്ക് ഐസ്ക്രീം ഇട്ടതാണ് ഒന്നും കൂടി, തണുത്തതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് കേട്ടോ. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ചൂടോടെ കുടിച്ചിട്ടും വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കൊഴുത്ത പായസം, അതിൻ്റെ കൂടുതലൊരു ഐസ്ക്രീമും. എങ്ങനെയുണ്ട്? ഈ തണുപ്പ് തന്നെ വേണമെന്ന് ചോദിക്കേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു.